ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. നമ്മൾ ഷോക്കേസിലുള്ള ഫോട്ടോകളും മൊമെൻറ്റുകളൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ടൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ ആകെ പൊടി പിടിച്ചിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ അതിനായിട്ട് കണ്ട ദിവസമാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീഡിയോ കാണാം. എല്ലാ വീടുകളിലും ഒരു 2 വീട്ടിൽ വെക്കാനുള്ള സാധനങ്ങൾ എന്തായാലും ഇതേപോലുള്ള മൊമെൻറ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിയിട്ട് എടുത്തേക്കാൻ സ്ഥലമില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ അത്ര അധികമൊന്നും ഇല്ല കേട്ടോ, ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത വീടാണ്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മളിത് കേട് വന്നിട്ടൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും ഷോക്കേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. ഷോക്കേസുകളൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ നല്ല വൃത്തിയുള്ള തുണി തന്നെ എടുക്കണം, അല്ലെങ്കിൽ ആ തുണിയുടെ മീതുള്ള അഴുക്കുകളും കൂടെ നമ്മളെ ചുമരിൻ്റെ മീതാവും. അപ്പം ഞാൻ വൃത്തിയുള്ള ഒരു ടർക്കിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കാറൊക്കെ തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേപോലത്തെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതൊന്നും നനച്ച് തുടച്ചില്ലെങ്കിൽ ആകെ വൃത്തികേടാവും. എല്ലാ സമയത്തും നമ്മൾ ഇതേപോലെ നനച്ച് തുടക്കണമെന്നൊന്നുമില്ല, പൊടി തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിലുള്ള സാധനങ്ങളൊക്കെ വൃത്തികേടാവും. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. പുതിയ വീടുകളിലൊക്കെ ഇതേപോലത്തെ ഷോക്കേസൊന്നും ഇപ്പം ഉണ്ടാവില്ല. പഴയ വീടുകളിലൊക്കെ ഇതേപോലത്തെ ഇതുണ്ടാവും. അപ്പം ഞാനിതായ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തുടച്ചിട്ട് അതേപോലെ വൃത്തിയിൽ വെച്ച് കൊടുക്കണം.
അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള മൊമെൻറ്റോകളൊക്കെ ഇതിലുണ്ട്. എൻ്റേത് മാത്രം ഫോട്ടോ വെച്ചത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ യൂട്യൂബിൻ്റെ ഫാമിലി മീറ്റപ്പിൽ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മൊമെൻറ്റോ കിട്ടി. അപ്പോൾ അതുകൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. സ്കൂൾ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒന്നും മൊമെൻറ്റോയിലൊന്നും ഫോട്ടോ വെച്ചിരുന്നില്ല. അപ്പോൾ ഒരു ഷോക്കേസ് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എല്ലാം തുടച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം, നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് വൃത്തിയാക്കാൻ പോവുകയാണ്. ഇത് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ലെങ്തായി പോകുമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ 1-2 വീഡിയോസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ മൊമെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്കൂൾ കലോത്സവത്തിനൊക്കെ പാട്ട് പാടിയിട്ടൊക്കെ ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും കുട്ടികളുടെ മൊമെൻറ്റുകൾ വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞേക്കാം. ഇപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ. ഈ ഷോക്കേസ് ഞാൻ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. അത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഷോക്കേസ് ക്ലീനിങ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.